കേരളത്തിന്റെ അഭിമാനമായിരുന്ന സ്റ്റാർട്ടപ്പ് ഐക്കണിന് വൻ തിരിച്ചടി. ഹൈടെക് ഭീമനായ ബൈജൂസിന്റെ സ്ഥാപകൻ ബൈജു രവീന്ദ്രന് സിംഗപ്പൂർ കോടതി 6 മാസം ജയിൽ ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. കോടതിയുടെ ലക്ഷ്യത്തിനാണ് ഈ ശിക്ഷ. ഒരിക്കൽ $22 ബില്യൺ വിലയുള്ള കമ്പനിയുടെ തലപ്പത്തിരുന്ന ആ മുൻ ഗണിത അധ്യാപകൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? നമുക്ക് വിശദമായി നോക്കാം. 2011 തുടങ്ങിയ ബൈജൂസ് കോവിഡ് കാലത്ത് ഓൺലൈൻ പഠനത്തിന്റെ കുതിച്ചുചാട്ടത്തിൽ ആഗോള ശ്രദ്ധ നേടി. റെക്കോർഡ് നിക്ഷേപവും $22 ബില്യൺ വിലയിരുത്തൽ ലയണൽ മെസ്സി വരെ പ്രൊമോട്ട് ചെയ്ത ബ്രാൻഡ്. എന്നാൽ ഈ ബില്യണയർ സ്വപ്നത്തിന് പിന്നിൽ പണം കടമെടുത്തുള്ള വൻ വികസനവും അഗ്രസീവ് ആയിട്ടുള്ള സെയിൽസ് തന്ത്രങ്ങളും ഉണ്ടായിരുന്നു. പാൻഡമിക്കിന് ശേഷം ബൈജൂസിന്റെ വളർച്ച കുറഞ്ഞു. $1.2 ബില്യൺ വായ്പയിൽ ഡിഫോൾട്ട് ചെയ്തു. അമേരിക്കൻ ലെൻഡേഴ്സ് കേസെടുത്തു. നിക്ഷേപകർ പിൻവാങ്ങി. ഈ സമയത്ത് ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ ഒരു കമ്പനി സിംഗപ്പൂരിൽ കേസ് കൊടുത്തു. തന്റെ ആസ്തികൾ വെളിപ്പെടുത്തണമെന്ന് സിംഗപ്പൂർ കോടതി ബൈജുവിനോട് ആവശ്യപ്പെട്ടു. 2024 ഏപ്രിൽ മുതൽ തന്നെ ആസ്തി വിവരങ്ങളും ഓഹരി രേഖകളും സമർപ്പിക്കാൻ ബൈജുവിന് കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ അദ്ദേഹം പാലിച്ചില്ല. 2026 മെയ് 27 കോടതി ലക്ഷ്യത്തിന് 6 മാസം തടവും $90,000 സിംഗപ്പൂർ പിഴയും വിധിച്ചു. ബിയർ ഇൻവെസ്റ്റ്കോ എന്ന കമ്പനിയുടെ ഉടമസ്ഥ രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശിച്ചു. ബൈജു ഇപ്പോൾ സിംഗപ്പൂരിൽ ഉണ്ടോ എന്ന് വ്യക്തമല്ല. പക്ഷേ കീഴടങ്ങാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വെൽ ഡിസേർവ് ഡൗൺഫോൾ എന്ന കമന്റാണ് വൈറൽ. രക്ഷിതാക്കളെ വിദ്യാഭ്യാസ വായ്പയ്ക്ക് പ്രേരിപ്പിച്ച അഗ്രസീവ് സെയിൽസ് രീതികളെ രക്ഷിതാക്കൾ ഇന്നും ഓർക്കുന്നു. അതുകൊണ്ട് തന്നെ പലർക്കും ഇതിൽ സഹതാപമില്ല. ഒരു കാലത്ത് കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ, ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് യുഗത്തിന്റെ മുഖം, ഇന്ന് ജയിൽ ശിക്ഷ കാത്തിരിക്കുന്നു. വേഗത്തിലുള്ള വളർച്ചയേക്കാൾ വിലപ്പെട്ടതാണ് സുതാര്യതയും നിയമവിധേയത്വവും എന്ന വലിയ ഒരു പാഠമാണ് ബൈജുവിന്റെ ജീവിതം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ശിക്ഷ ന്യായമാണോ അതോ കഠിനമാണോ? കമന്റിൽ പറയൂ.